ഹായ് ഗൈസ്, ബിഹൈൻഡ് ദ ഫൈറ്റ് ഓർ ബെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈറ്റ് സീനുകളുടെ ബിഹൈൻഡ് ദ സീൻസ് കാണിക്കുന്ന ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. രജപുത്ര ഫിലിംസ് പ്രൊഡ്യൂസർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ലാലേട്ടന്റെ ഫൈറ്റ് എപ്പോഴും നമുക്കൊരു ആവേശമാണ്, ഒരു രോമാഞ്ചം ഉണ്ടാക്കും. സിനിമാറ്റിക്കലി ഫൈറ്റ് എങ്ങനെ ഷൂട്ട് ചെയ്താലും നമുക്കത് നേരിട്ട് കാണുമ്പോൾ നമ്മളൊരു ഇടി കൊടുത്തൊരു ഫീലിംഗ് ഉണ്ടാക്കാറുണ്ട് ലാലേട്ടൻ ഫൈറ്റുകളെല്ലാം. അത് എല്ലാ പടങ്ങളുടെ ഫൈറ്റ് എടുത്താലും, സ്പടിക എടുത്താലും, ആറാം തമ്പുരാൻ, നരസിംഹം, രാവണപ്രഭു, അങ്ങനെ പടങ്ങൾ എല്ലാത്തിലും ഫൈറ്റ് ഉണ്ട്. ഫൈറ്റ് ഇല്ലാത്ത പടങ്ങൾ എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കമാണ്. സതയം, ദശരഥം, തന്മാത്ര, അങ്ങനെ കുറച്ച് ഇമോഷണലി ലാലേട്ടൻ അഭിനയിക്കാൻ കൂടുതലുള്ള സിനിമകളിലും അത്ര ഫൈറ്റ് നമുക്ക് മിസ്സാവുള്ളൂ. ബാക്കി എല്ലാ ലാലേട്ട പടങ്ങളിലും ഡെഫിനറ്റ് ആയിട്ട് ഉറപ്പായിട്ടുള്ള ഒരു സാധനം ഫൈറ്റ്. അത്ര റിയലിസ്റ്റിക് ആയിരിക്കും ഫൈറ്റ് സീനുകൾ. ഡാൻസ് കളിക്കാനാണ് ലാലേട്ടൻ പുലിയാണ്, പാടുന്ന സീനുകൾ, പാട്ട് പാടുന്ന സീനുകൾ വന്ന ലാലേട്ടൻ പുലിയാണ്, അഭിനയിക്കുന്ന സീനുകളിൽ പിന്നെ പറയാനില്ല, വേറെ ലെവലാക്കി തരും. അങ്ങനെ എല്ലാ ഏരിയാസിലും അങ്ങനെ ഒന്നില് ഭയങ്കര അടിപൊളിയാണ്, മറ്റേ ലോ ആണ്, അങ്ങനെ ഇല്ല. ഇപ്പൊ ചിലവർക്ക് അഭിനയിക്കാൻ പറ്റും പക്ഷെ ഡാൻസ് കളിക്കാൻ പറ്റില്ല, ചിലർക്ക് നന്നായി ഡാൻസ് കളിക്കാൻ പറ്റും പക്ഷെ അഭിനയിക്കാൻ പറ്റില്ല, പാട്ട് പാടുന്ന സീനുകൾ ബോറാക്കുന്ന നടന്മാരുണ്ട്. അങ്ങനെ ഓരോ തരക്കാർക്കും ഓരോ സ്ട്രോങ് പോയിന്റ്സ് ഉണ്ടാവും, വീക്ക് പോയിന്റ്സ് ഉണ്ടാവും. എല്ലാ ഏരിയാസിലും ഈക്വലി സ്ട്രോങ് ആയിട്ടുള്ള ഒറ്റ നടനേ ഉള്ളൂ, അത് നമ്മളെ ലാലേട്ടനാണ്. അതുകൊണ്ട് തന്നെയാണ് ദ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടനായിട്ട് മാറുന്നത്. നമ്മൾ മലയാളത്തിൽ മാത്രമല്ല, തമിഴെന്നും കന്നഡയെന്നും തെലുഗുന്നും ഇന്ത്യ ഒട്ടുക്കും ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു റെസ്പെക്ട് ഉണ്ട്. അത് പലരും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. വിജയ് സേതുപതി ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഒറ്റ ഓട്ടോഗ്രാഫ് മാത്രം എൻ്റെ ഓഫീസ് റൂമിൽ വെച്ചിട്ടുള്ളൂ, അത് ലാലേട്ടൻ്റെയാണ്. അങ്ങനെ ഓരോ നടന്മാരും, കമൽഹാസൻ പറഞ്ഞിട്ടുണ്ട്, രജനീകാന്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ റീസെന്റ് അർജുൻ ദാസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല നടന്മാർക്കും പ്രിയപ്പെട്ട നടനാണ് ലാലേട്ടൻ. ലാലേട്ടന്റെ സ്ട്രോങ്ങസ്റ്റ് ഏരിയ ആരാധകരെല്ലാം ഇങ്ങനെ ചോരത്തളപ്പിലാക്കുന്ന ഫൈറ്റ് സീനുകളുടെ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ വന്നിട്ടുണ്ട്. അത് റിയാക്ട് ചെയ്യണമെന്നേ മതില്. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം, വായോ. And action time! ലാൽസാറിൻ്റെ ഒരു ഫൈറ്റ് നേരി കാണുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. ഒരുപാട് സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ള ലാലേട്ടൻ നേരി കാണുക, അദ്ദേഹത്തിൻ്റെ ഒരു ഫൈറ്റ് കാണുക എന്നുള്ളതൊക്കെയായിരുന്നു ഒരുപാട് ആഗ്രഹിച്ചിരുന്ന മുഹൂർത്തങ്ങളായിരുന്നു. ഓക്കെ, ക്യാരക്ടർ ടാക്സി ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞാലും ബേസിക്കലി ഈസ് എ ഫൈറ്റർ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ 2 സിനിമകൾ ചെയ്തതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഫീൽ ചെയ്യുന്ന ക്ലൈമാക്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്തിരിക്കുന്നത് ഈ ഫൈറ്റ്സ് ഡിസൈൻ ചെയ്യാൻ. ഫൈറ്റ്സ് എൻഗേജിങ് ആക്കി ഒരു കഥ പറച്ചിലിനെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്ത്, കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈ ചെയ്ത് ലാലേട്ടൻ്റെ മാസ് അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെ ആ സ്കോറെല്ലാം ചെയ്തിരിക്കുന്നത്. സോ ഐ തിങ്ക് ഞങ്ങൾ നല്ലൊരു ബാലൻസ് അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വളരെ ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യാം, അതും വളരെ നാരോ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അതിലൊക്കെ അതിൻ്റെ ക്യാമറ മൂവ്മെൻറ്റ്സ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു കാര്യം അതിനകത്ത് ഭയങ്കരമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റൻ സിൽവ എന്ന് പറയുന്നൊരു ഫോട്ടോഗ്രാഫർ, ഫൈറ്റ് ഫോട്ടോഗ്രാഫർ. അപ്പം ഷൂട്ടിൻ്റെ മുമ്പ് തന്നെ ഫുൾ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്ത് സ്ക്രിപ്റ്റിൻ്റെ ഇമോഷൻ എന്താണെന്ന് മാസ്റ്റർക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ മാസ്റ്റർ ആ ഇമോഷൻ തന്നെ ഫൈറ്റ് ഫോട്ടോഗ്രാഫിങ് എല്ലാവരും കോഴ്സെടുക്കുന്ന കാര്യമുള്ളത്. ആ ജമ്പ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പല സെക്കൻഡ്സിനെക്കുറിച്ചും അടി എന്ന് പറയുന്ന സ്ഥലത്ത് പഠിപ്പിക്കുക. സാറ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് പറഞ്ഞ പേപ്പറിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ പടത്തിലുണ്ടാകും. എന്ത് ചെയ്താലും എവിടെ തട്ടിയാലും മുറിയുകയും അതുപോലത്തെ റിസ്ക്കുള്ള ഒരു സ്ഥലത്താണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഒറിജിനലായിട്ട് പോലീസ് സ്റ്റേഷൻ ഉള്ളത് അടിച്ചു പൊളിച്ച് അതിനകത്തും വരുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. ട്രെയിൻ ഫൈറ്റ് തരുൺ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ക്യാമറ ആണെങ്കിലും അതിൻ്റെ എഡിറ്റ് ആണെങ്കിലും അതിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫിയും വളരെ സ്ലിപ്പായിട്ടുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ ഷൂട്ട് ചെയ്യുന്ന മഴയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടൈമിങ് എങ്ങനെ വരും, അല്ലെങ്കിൽ ആരെങ്കിലും സ്ലിപ്പാകുമോ, അത് വളരെ നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഇതായിരുന്നു. ദൈവാധീനം കൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. സോ ത്രൂ ഔട്ട് ദ പ്രോസസ് വിഷ്ണുവും തരുണും നമ്മുടെ മ്യൂസിക് ടീമൊക്കെ ആയിട്ടുള്ള ഒരു കമ്പൈൻഡ് ഡിസ്കഷൻ ആൻഡ് ഒരു എന്താ പറയുക, ഒരു ബാക്ക് ആൻഡ് ഫോർത്തിൻ്റെ ഭാഗമായിട്ടാണ് ഐ തിങ്ക് ദീസ് ഫൈറ്റ്സ് ആർ കം ഔട്ട് വെൽ. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിനുള്ളൊരു ഫോക്കസും പിന്നെ അതല്ല അതിൻ്റെ കഥാപരമായിട്ട് അതിലുള്ളൊരു ഇമോഷൻ അതിൻ്റെ ഫുള്ളസ്റ്റിൽ ഡെലിവറി ചെയ്യുക എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു ടോട്ടൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫൈറ്റുകൾ ശ്രദ്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഒരു പ്രയോജനം ഈ തുടർന്ന സിനിമയിലുണ്ട്. അത് എല്ലാവരും എടുത്ത് പറയുന്നത് ഈ ഫൈറ്റിനെ കുറിച്ചാണ്.
അടിയുടെ കാരണം ജെന്യൂൻ ആകണം, അല്ലാണ്ട് വെറുതെ ഒരു സ്റ്റൈലിഷ് അല്ലെങ്കിൽ ലാലേട്ടനെ ആഘോഷിക്കാൻ നമുക്ക് പറ്റില്ല. അടിയറ എന്ന് തിയേറ്ററിൽ പ്രായഭേദമന്യേ അച്ഛനും അമ്മയും അമ്മമാരും അപ്പൂമാരും ഒക്കെ അടിയടാവനെ എന്ന് പറയുന്ന സമയത്ത് വേണം അടികൾ സംഭവിക്കാൻ. അത് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ എക്സൈറ്റ്മെൻറ്റ്. അപ്പൊ ഇതിൽ വർക്ക് ചെയ്ത ഓരോരുത്തരുടെയും ഫൈറ്റ് സീനിന് മുന്നേയുള്ള അനുഭവങ്ങളാണ്. 2 മേജർ ഫൈറ്റുകളുണ്ട്. ഒന്ന് പോലീസ് സ്റ്റേഷൻ ഉള്ളിലുള്ള ബിനു പപ്പും കുറെ പോലീസുകാർ ചേർന്നിട്ടുള്ള ഫൈറ്റ്. അത് പൊളി സാധനമായിട്ടുണ്ടല്ലോ, അതിന് കിട്ടുമായിട്ടുണ്ടല്ലോ വെച്ചിരിക്കുമ്പോഴാണ് ക്ലൈമാക്സിൽ വന്ന റെയിൻ ഫൈറ്റ്. അത് വേറെ ലെവലാക്കിയിട്ടുണ്ട്. കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ സ്റ്റൺ സെൽവയാണ്. കൂടുതൽ തമിഴ് സിനിമകളാണ് പുള്ളിക്കാരൻ കൊറിയോഗ്രാഫി ആയിട്ടുള്ളത്. ഒരു മലയാള സിനിമ, അത് മമ്മൂക്കാന്റെ ഒരു മലയാളം പടം കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അല്ലാതെയൊക്കെ തമിഴ് പടങ്ങളാണ്. അജിത്തിന്റെ വീരൊക്കെ സ്റ്റൺ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന ആളാണ്. അതാണ് ഡയറക്ടർ പറയുന്നത്, ഇതാണ് സിറ്റുവേഷൻ, ഇതാണ് സന്ദർഭം, ഈ ഇമോഷണൽ ക്യാപ്ചർ ആയിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെ വേണമെന്ന്. അത് 101% ജെന്യൂൻ ആയിട്ട് കൊറിയോഗ്രാഫറിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഓരോ ആളും ഈ ഫൈറ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട്, ബെൻസെ കൊടുക്കടാ, ആ പോലീസുകാരുടെ മുഖത്തിട്ട് കൊടുക്കടാ, ഇടിക്കടാ, തോന്നിച്ചിട്ടുണ്ട്. ആ ഒരു ഫീല് സ്റ്റണ്ടിൽ ഓരോ സീനിലും ഉണ്ട്. അല്ലാതെ ഒരു സിനിമക്ക് സ്റ്റണ്ട് വേണം എന്ന് വെച്ച് കയറ്റിയ പോലെ ഇല്ല. അത് ആ ഫ്ലോയിൽ തന്നെ വന്നിട്ടുണ്ട്. ആ ഫൈറ്റിൽ ലാലേട്ടന്റെ റിയാക്ഷൻ ഉണ്ടല്ലോ, അത് ഫ്രം ദ ഹാർട്ടാണ്. നമുക്കത് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ലാലേട്ടൻ തന്നെ ഈ ഫിലിം എഡിറ്ററോട് പറഞ്ഞിട്ടുണ്ട്, ഷഫീഖിനോട് പറഞ്ഞിട്ടുണ്ട്, പേപ്പറിലുണ്ടെങ്കിൽ സിനിമയിൽ ഉണ്ടാവും, പടത്തിൽ ഉണ്ടാവും. നല്ല സ്ക്രിപ്റ്റ് ആണ്, നല്ല സ്റ്റോറി, നല്ല തിരക്കഥ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പടത്തിൽ ഉണ്ടാവുന്നു. എത്ര പടങ്ങൾ അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് ലാലേട്ടൻ പറയുന്ന സത്യമാണ്. കാരണം പടം ലാലേട്ടനെ തിരിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല, അതുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. പഴയ ലാലേട്ടന്റെ ഫുൾ എനർജി, ഫുൾ പ്രസൻസ്, ഫുൾ ആക്ടിങ്, അത് കണ്ണിൽ എസ്പെഷ്യലി ഹൈ ആണ്, അതുണ്ട്. പക്ഷെ അതിലുപരി സ്ക്രിപ്റ്റ്, കഥയുണ്ട്, തിരക്കഥയുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ ആയിട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. ഷഫീഖിന്റെ എഡിറ്റിംഗ് ഒക്കെ കിടുവാക്കിനി, അതുപോലെ തന്നെ ഷാജി കുമാറിന്റെ സിനിമാറ്റോഗ്രാഫി, പുലിമുരുകൻ സിനിമാറ്റോഗ്രാഫി ചെയ്ത പുള്ളിക്കാരൻ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പറയാനില്ല, പുലിമുരുകന്റെ ഫ്രെയിമും ഷോട്ടുകളൊക്കെ വേറെ ലെവലാണ്. അപ്പൊ അത്ര എലിവേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ക്യാമറാമാൻ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി റെയിൻ ഫൈറ്റിലൊക്കെ കുറച്ചുകൂടെ അത് എവിഡന്റ് ആയി കാണും. ഭയങ്കര റിയലിസ്റ്റിക് ആയി, ഭയങ്കര ആ കാടിന്റെ എല്ലാം ഒരു ഭീകരത, ആ ഫൈറ്റിൻ സിറ്റുവേഷൻ എല്ലാം നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരിക്കലും ഒരു കാരണവശാലും വിട്ടുപോകാൻ പാടില്ലാത്ത ഒരാളാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ജെയ്ക്സ് ബിജോയ്. എന്നാ ഫീലാണ് പടം തന്നിരിക്കുന്നത്. നല്ല പാട്ടുകളുണ്ട്. അത് കൂടാതെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വേറെ 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 ലെവലാക്കിയിട്ടുണ്ട്. കാടേറുന്നില്ല പാട്ടൊക്കെ ഉണ്ടല്ലോ, എൻ്റെ അമ്മോ കിണ്ണം കാച്ചി പാട്ടായിന്. ശരിക്കും പറഞ്ഞാലും നമുക്ക് അടിച്ചോളി പാട്ട് ഇഷ്ടം പോലെ ലാലേട്ടന് കിട്ടിയിട്ടുണ്ട്. തകില് പൂകില്, രാവണപ്രഭുവിലെ പാട്ട്, നരലിന് വളരെ സ്വീറ്റ് ആയി തോന്നുന്ന, ഭയങ്കര സ്നേഹമുള്ള അമ്മപ്പുഴയുടെ വേറെ പാട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ലാലേട്ടനോട് സ്നേഹം തോന്നുന്ന, അല്ലെ ലാലേട്ടൻ്റെ അടിച്ചോളി ഡാൻസ് ഉള്ള കാക്കക്കുയിലെ പാട്ടൊക്കെ, ഡാൻസ് കളിക്കാനൊക്കെ ഗംഭീരം. പക്ഷെ ലാലേട്ടൻ്റെ ഒരു പവർ, ഹീറോയിസം കാണിക്കുന്ന ഒരു പാട്ട് നമുക്കില്ല. ഇത് ഇറങ്ങുന്നത് വരെ, കാടേറും ഇറങ്ങുന്നത് വരെ. കാടേറത്തിൽ ചില ലൈൻസ് ഉണ്ടല്ലോ, ഹെവിയാണ്, ലാലേട്ടന് വേണ്ടി തന്നെ ചെയ്തതാണ്. ഇപ്പൊ തലൈവർ, രജനീകാന്തൊക്കെ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. ആ ഒരു ഹീറോയിസം അല്ലെങ്കിൽ ആ ഒരു പവർ കാണിക്കുന്ന പാട്ടുകൾ. ഇപ്പൊ ജയിലറിൽ തന്നെ ടൈഗർ കാ ഹുക്കും എന്നുള്ളൊരു പാട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകൾ ഇഷ്ടംപോലെ പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ലാലേട്ടൻ നമുക്ക് അങ്ങനെ ഒരു യമണ്ടൻ പാട്ട് കിട്ടുന്നത് ഇതിലാണ്, ഈ പടത്തിലാണ്, തുടരുമില്ലാണ്. ജെയ്ക്സ് ബിജോയ് ആണ് അത് കൊടുക്കുന്നത്. കിടിലം തിരക്കഥ, സംവിധാനം, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, മ്യൂസിക്, അതിലെല്ലാം ഉപരി ലാലേട്ടന്റെ വേറെ ലെവൽ പെർഫോമൻസ്, ഇതെല്ലാം കൂടിയാണ് തുടരും ഈ ലെവലിൽ അടിപൊളിയായത്. അപ്പൊ ഈ തുടരും എന്നുള്ള സിനിമ OTT വീണ്ടും കാണാനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. May 30 ഓൾറെഡി ഇറങ്ങി എന്നാണ് കാണുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിൽ. നമ്മൾ ഫൈറ്റർ ബെൻസിന്റെ ഫൈറ്റും ആക്ടിങ്ങും ഡാൻസും എല്ലാം കാണാൻ നിങ്ങളും വെയിറ്റിംഗ് ആണ് OTT കാണാൻ. എങ്ങനെയുണ്ട് ഈ ഫൈറ്റിന്റെ ബിഹൈൻഡ് ദ സീൻസ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? ഓരോ ആൾക്കാരുടെയും അഭിപ്രായങ്ങളും ആ സിനിമയുടെ ആ ഫീലൊക്കെ തരുന്നുണ്ട് ഈ ഒരു വീഡിയോ. എനിക്ക് എന്തായാലും ആ ഒരു ഫീൽ തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ വീഡിയോയെ കുറിച്ചും സിനിമയെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്ര എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഇഷ്യൂ ആയി നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.